ദി ക്രോ 1994 റിലീസായിട്ടുള്ള സെയിം നെയിമിലുള്ളൊരു സിനിമയുടെ റീബൂട്ടാണ് ഇപ്പം റിലീസ് ചെയ്തിട്ടുള്ളത്. 89 റിലീസായിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ കോമിക് ബുക്കിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിൽ മെയിൻ റോള് അല്ലെങ്കിൽ ആ ഒരു ക്രോ അല്ലെങ്കിൽ എറിക് എന്ന് പറയുന്ന റോള് ചെയ്തിട്ടുള്ളത് ബിൽ സ്കാർസ്ഗാർഡ് ആണ്. നമുക്ക് ഇറ്റിലെ ആ ഒരു പെന്നിവൈസ് എന്ന് പറയുന്ന ക്യാരക്ടർ, അതേപോലെ തന്നെ ബോയ് കിൽസ് വേൾഡിൽ ആ ഒരു ഹീറോ റോളൊക്കെ ചെയ്തിട്ടുള്ള ആക്ടറാണ്. ഗംഭീര സാധനമാണ് പുള്ളിയുടെ ആക്ടിങ്. അതിപ്പം പെന്നിവൈസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ മാത്രം എടുത്ത് നോക്കിയോ. അതിപ്പം ഈ ഒരു സിനിമയിൽ ഒരു സൂപ്പർ പവറുള്ള ഒരു നായകനായിട്ടാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് ഡാർക്ക് ഷെയ്ഡൊക്കെയാണ്. അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ തുടങ്ങി ഒരു പോയിൻ്റ് വരെ ഈ ഒരു സിനിമ ഒരു നോർമൽ സിനിമയുടെ രീതിയിലാണ് പോകുന്നത്. നമ്മളിങ്ങനെ എന്തായിരിക്കും ഇവർ ചെയ്യാനായിട്ട് പോകുന്നത്, നമുക്ക് എന്താണ് ഇത് സംഭവിക്കുന്നതെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കും. പക്ഷെ ഒരു പോയിൻ്റ് എത്തുന്ന സമയത്ത് സിനിമ അപ്സൈഡ് ഡൗൺ മറിയാണ്. അതായത് ഒരു പോയിൻ്റ് എത്തുമ്പോൾ സിനിമ പീക്കിലേക്ക് ഒരു പോക്കുണ്ട്. അതായത് വേറൊരു റേഞ്ച്, ഭയങ്കര രീതിയിലേക്ക് ഡാർക്കാവും സിനിമ. അപ്പം സിനിമയുടെ ഗ്രാഫ് മേപ്പോട്ടൊരു പോക്കാണ്. അത് കഴിഞ്ഞ് സിനിമ കാണാനുണ്ടല്ലോ വേറെ റേഞ്ചാണ്. ഔട്ട്സ്റ്റാൻഡിങ് സിനിമ എന്നൊക്കെ പറയില്ല. അപ്പം ഈ ഒരു ക്രോ എന്ന് പറയുന്നത്, എറിക് എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര, അതായത് എങ്ങനെയാണ് ഒരു സൈക്കോട്ടിക് ക്യാരക്ടറാണ്. സ്മൈലൊന്നും പുള്ളിയുടെ മുഖത്ത് വരാറ് കൂടിയില്ല. ഒരേ ഫേസ് ഇങ്ങനെ നിൽക്കുക. അതിനകത്ത് വേണം ഈ ഒരു എക്സ്പ്രഷൻസൊക്കെ വരാൻ. അതിൻ്റെ കൂടെ കുറേ ഡാർക്ക് സാധനങ്ങളും അത് വേറെ റേഞ്ച് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സിനിമ കുറച്ച് സ്ലോ പേസിലാണ് പോകുന്നത് ഒരു ലെവൽ വരെ. അത് കഴിഞ്ഞിട്ട് സിനിമ ആക്ഷൻ ബാക്ക്ഡായിട്ട് പോവുകയാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഒരു ഒപ്ര തിയേറ്ററിലെ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. വേറെ റേഞ്ച്. സിമ്പിളായിട്ട് വന്നിട്ട് ഇങ്ങനെ എന്താണ് ഇങ്ങനെ പടപടാന്നിരിക്കില്ല. ആ സാധനമാണ് ഇതിനകത്ത് ആ ഒരു പോയിൻ്റ് എത്തുമ്പോൾ കാണിക്കുന്നത്. നമ്മൾ യൂഷ്വലി കാണാറുള്ള ഇങ്ങനെയുള്ള സൂപ്പർ നാച്ചുറൽ സിനിമകളിലൊക്കെ, അല്ലെങ്കിൽ ഈ ഹെല്ല്, ഡെവിള് അതൊക്കെ വെച്ചിട്ടുള്ള സിനിമകളിൽ വില്ലൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര പവർഫുള്ളായിരിക്കും. ഇൻഡെസ്ട്രക്റ്റബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയുന്ന ക്യാരക്ടർ. പക്ഷേ ഇതിനകത്തെ വില്ലൻ അങ്ങനത്തെ വലിയ പവർഫുള്ളൊന്നുമില്ല. പക്ഷേ വില്ലൻ ഡെവിളുമായിട്ടൊരു ഡീൽ വെച്ചിട്ടുണ്ട്. ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊല്ലുക. അപ്പം അവർ ഹെല്ലിൽ പോകും, പുള്ളി അങ്ങനെ ഹെല്ലിൽ പോകണ്ടെന്നുള്ളൊരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യം തീർക്കാനായിട്ടാണ് നമ്മുടെ ക്രോ എന്ന് പറയുന്ന ക്യാരക്ടർ. ക്രോ അല്ലെങ്കിൽ എറിക് ഒരു ഹ്യൂമൻ ആയിരുന്നു. ഹ്യൂമൻ ഒരു സൂപ്പർ പവർ അല്ലെങ്കിൽ ഒരു കേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത് കിട്ടുന്നു. അപ്പം ഈ ഒരു സിനിമയിൽ വില്ലന് ഒരുപാട് ഭയങ്കര എക്സ്പോഷർ കൊടുക്കുന്നില്ല. നായകനെ എവോൾവ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതായത് ഒരു നോർമൽ സൈക്കോട്ടിക് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള നായകനെ ഇത്രയും ഒരു പവർഫുൾ ക്യാരക്ടറാക്കി എടുക്കണം ഈ ഒരു സിനിമയിൽ. 1.25 മണിക്കൂറിൽ അത് പക്കയായിട്ട് ബിൽഡ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ സ്റ്റെപ്പിലും എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ട് ഒരു കിടിലൻ ക്യാരക്ടറായിട്ട് ക്ലൈമാക്സിൽ കൊണ്ടുവരുന്നു. അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് എനിക്ക് തോന്നിയത്. ക്ലൈമാക്സ് ഒക്കെ വളരെ സിമ്പിളായിട്ട്, നമ്മളിങ്ങനെ പറയുന്ന പോലെ നായകനോ വില്ലനുമായിട്ട് ഭയങ്കര ഫൈറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ സിമ്പിളായിട്ട് ചെല്ലുന്നു. എന്താണ് അവിടെ ബ്ലേസ് ചെയ്യേണ്ടത് ആ സാധനം ബ്ലേസ് ചെയ്തിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സിനിമയിൽ കുറേ അധികം ഡാർക്ക് സാധനങ്ങളുണ്ട്. ബ്ലഡ് ബാത്ത് തന്നെയുണ്ട്. ഒരു സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ സമയത്തേക്ക്, ഞാൻ പറഞ്ഞൊരു പോയിൻ്റ് എത്തുന്ന സമയത്തേക്ക് സിനിമ പീക്കിലേക്ക് പോകുന്നു. അപ്പം പിന്നെ അങ്ങ് ചോരക്കളിയാണ്. ഭയങ്കര രീതിയിൽ ബ്ലഡ് ബാത്താണ്. അത്രയ്ക്ക് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ള സിനിമ എന്തായാലും കാണാൻ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറച്ച് ബ്ലഡ് ബാത്തുള്ള സിനിമയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഒരു അടിപൊളി സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ദ ക്രോ എന്ന് പറയുന്ന സിനിമ. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിനെപ്പറ്റിയിട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ആദ്യം ഇറങ്ങിയത് ആ ഒരു സിനിമയാണ്, അതിൻ്റെ റീബൂട്ടാണിതിപ്പം. അത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമയുടെ കഥ ഏകദേശം അറിയാമായിരിക്കും. ഞാനത് കാണാതെയാണ് ഇത് പോയി കണ്ടത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ കണ്ടപ്പോൾ കിട്ടിയത്. അപ്പം നിങ്ങൾ പോയി കാണുക, കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റായിട്ട് ഇടുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.